എന്നാൽ ഇമാം ശാഫിഈ റളിയല്ലാഹു ഉസ്താദ് സുബ്ഹാനല്ലാഹ് സഹാബത്തിനെ നേരിൽ കണ്ട താബീങ്ങൾ നേൽമ പഠിച്ച മാലിക് ഇമാം റളിയല്ലാഹു അൻഹു മദീനയിലെ വലിയ മുദരിസ് ആ മാലിക് റളിയല്ലാഹു അൻഹു നിങ്ങൾക്കറിയോ ബഹുമാനപ്പെട്ടവരെന്താ ചെയ്തത്? കേട്ടോളൂ. ഞാൻ മഹാനവറുകളുടെ മദ്ഹബിൽപ്പെട്ട മഹാനായ ഇമാം ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു പറയുന്നത് തന്നെ നിങ്ങൾക്ക് ഞാൻ വായിച്ചു കേൾപ്പിക്കാം. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നത് കണ്ടോ? അതേ സനദുദ്ധരിച്ചുകൊണ്ടതാ രേഖപ്പെടുത്തുന്നു ഖാദി ഇയാദ് റളിയല്ലാഹു അൻഹു قال ناظر أبو جعفر أمير المؤمنين مالكا في مسجد رسول الله صلى الله عليه وسلم മദീനത്തെ പള്ളിയിൽ അബൂ ജഅഫർ എന്ന് പറയുന്ന അന്നത്തെ ഭരണാധികാരി ഒരു ചർച്ച നടത്തുന്നു. ഫഖാല മാലികുൻ യാ അമീറൽ മുഅ്മിനീൻ, അപ്പോൾ മാലിക് ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഭരണാധികാരിയായ അമീറുൽ മുഅ്മിനീൻ അബൂ ജഅഫറെ, ലാ തർഫഅ സൗതക ഫീ ഹാദൽ മസ്ജിദി, നിങ്ങൾ ഈ മദീനത്തെ പള്ളിയിൽ നിന്ന് ശബ്ദമുയർത്തരുത് കേട്ടോ. ഫഇന്നല്ലാഹ തആല അദ്ദബ ഖൗമൻ, അല്ലാഹു തആല ഒരു വിഭാഗത്തിന് അദബ് പഠിപ്പിച്ചിട്ടുണ്ട്. ഫഖാല ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബി, അല്ലാഹുവിന്റെ റസൂലിന്റെ ശബ്ദത്തെക്കാൾ ഉയർത്തരുതെന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. വമദഹ ഖൗമൻ, ഒരു വിഭാഗത്തെ അല്ലാഹു തആല മദ്ഹ് ചെയ്തിട്ടുണ്ട്. ഫഖാല ഇന്നല്ലദീന യഖുദ്ദൂന അസ്വാതഹും മിൻ റസൂലില്ലാഹി അൽ ആയ, അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കൽ വളരെ പതുക്കെ സംസാരിക്കുന്നവർ, ഉലൈകല്ലദീന ഇംതഹനല്ലാഹു ഖുലൂബഹും ലിത്തഖ്വ, തഖ്വക്ക് വേണ്ടി അല്ലാഹ് സെലക്ട് ചെയ്ത മഹാന്മാരാണെന്ന് ഖുർആനിലുണ്ട്. വദമ്മ ഖൗമൻ, ഒരു വിഭാഗത്തെ അല്ലാഹു തആല ആക്ഷേപിച്ചിട്ടുണ്ട്. ഫഖാല ഇന്നല്ലദീന യുദഇനാദൂനക മിൻ വറാഇൽ ഹുജറാത്ത്, തങ്ങളെ റൂമിന്റെ അപ്പുറത്ത് നിന്ന് അദബില്ലാതെ വിളിക്കുന്നവരെന്ന നിലക്ക് ആക്ഷേപിച്ചിട്ടുണ്ട്. വഅന്ന ഹുർമതഹു മയ്യിതൻ കഹുർമതിഹി ഹയ്യാ, തങ്ങളെ വഫാത്തിന്റെ ശേഷവും മുമ്പും ഒരുപോലെ ബഹുമാനമാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്തിന് മുമ്പും ശേഷവും വ്യത്യാസമില്ല. ഫസ്തകാന ലഹാ അബൂ ജഅഫറിൻ, അപ്പൊ അബൂ ജഅഫർ റളിയല്ലാഹു അൻഹു വിനയം കാണിച്ചുകൊണ്ട് മാലിക് ഇമാമിനെ സ്വീകരിച്ചു. മാലിക് ഇമാമിനോടുള്ള ചർച്ചയിൽ താഴ്മ കാണിച്ചു. അപ്പൊ മഹാനവറുകൾ പറഞ്ഞു, യാ അബാ അബ്ദില്ലാഹ്, ഓ അബൂ അബ്ദുല്ല മാലിക് ഇമാമേ, അസ്തഖ്ബിലുൽ ഖിബ്ലത വഅദഉ അമ്മ അസ്തഖ്ബിലു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ റസൂലുള്ളാഹിന്റെ മുന്നിൽ പോയി നിന്നിട്ട് ഖിബ്ലക്ക് തിരിഞ്ഞിട്ടാണോ പ്രാർത്ഥിക്കേണ്ടത്, അല്ല റസൂലുള്ളാഹിനെ കൊള്ള തിരിഞ്ഞിട്ടാണോ പ്രാർത്ഥിക്കേണ്ടത്? ഫഖാല, അപ്പൊ മാലിക് ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞു, വലിമ തസ്രിഫു വജ്ഹക അൻഹു, നിങ്ങൾ എന്തിന് അല്ലാഹുവിന്റെ റസൂലിനെ തൊട്ട് മുഖം തിരിക്കണം? വഹുവ വസീലതുക വവസീലതു അബീക ആദം അലൈഹിസ്സലാം, അത് നിങ്ങളുടെയും നിങ്ങളെ ഉപ്പാപ്പ ആദം നബിയുടെയും വസീലയല്ലേ? വഹുവ വസീലതുക വവസീലതു അബീക ആദം അലൈഹിസ്സലാം ഇലല്ലാഹി തആല യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിലും നിങ്ങളെ ഉപ്പാപ്പ ആദം നബിക്കും നിങ്ങൾക്കും അല്ലാഹുവിന്റെ റസൂൽ വസീലയല്ലേ? ബലിസ്തഖ്ബൽഹു, അതുകൊണ്ട് റസൂലുള്ളാഹിനെ കൊള്ളത്തന്നെ മുഖമാക്കിയിട്ട് നിങ്ങൾ ദ്വാരുന്നോ. വസ്തശ്ഫി ബിഹി, ആ റസൂലുള്ളാഹിനോട് ശഫാഅത്ത് തേടിക്കോ. ഫയുശഫിഉഹുല്ലാഹ്, അല്ലാഹു റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് സ്വീകരിക്കും. കാരണം എന്താണ്? ഖാലല്ലാഹു തആല, അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, വലൗ അന്നഹും യളമു അൻഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. ഓ സഹോദരന്മാരെ, സർവ്വ ഇമാമിങ്ങളും നേരത്തെ ഉദ്ധരിച്ച ആയത്തില്ലേ, അത് തന്നെ മാലിക് ഇമാമും ഓതിയിട്ട് പറയുന്നു, നിങ്ങൾ റസൂലുള്ളാഹിനോട് ശഫാഅത്ത് തേടിക്കോ.